Hi friends, Assalamu alaikum. Bismi കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആണ് തയ്യാറാക്കുന്നത്. എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് അരക്കപ്പ് റവ എടുത്തിട്ടുണ്ട്. വറുത്തതോ വറുക്കാത്തതോ ആയ റവ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് റവ എടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ അരക്കപ്പ് അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പത്തിരി നൂലപ്പൊക്കെ ഉണ്ടാക്കുന്ന എടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ അരിപ്പൊടിയും റവയും അളന്നെടുത്ത അതേ കപ്പിൽ തന്നെ 3 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ കയ്യിൽ കപ്പ് അളവൊന്നും ഇല്ലെങ്കിലും ഏതെങ്കിലും ഒരു ഗ്ലാസ് അളവായിട്ട് വെച്ചാൽ മതി. ആ ഒരു ഗ്ലാസ്സിൽ ഈ അരിപ്പൊടിയും റവയും വെള്ളമൊക്കെ അളന്നെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. റവ ഉള്ളതുകൊണ്ടാണ് നമ്മളൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ റവ വെള്ളമൊക്കെ വലിച്ചു കുടിച്ചിട്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും. പിന്നെ നമ്മളെടുക്കുന്ന അരിപ്പൊടിയും റവയും വെള്ളം കുടിക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വെള്ളത്തിൻ്റെ ഒരു അളവ് വരിക കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു അളവിലാണ് അരക്കപ്പ് അരിപ്പൊടിയും അരക്കപ്പ് റവയും എടുത്ത സമയത്ത് ഇത്രയും 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്ത് വെച്ചത്. അപ്പോൾ ഓരോരുത്തരും എടുക്കുന്ന റവയ്ക്കും അരിപ്പൊടിക്കും ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ വെള്ളത്തിന്. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കിയിട്ട് കണ്ടോ, കുറച്ച് ഇത് ടൈറ്റായി വന്നിട്ടില്ലേ. നമുക്ക് അത്യാവശ്യം നല്ല ലൂസായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. അപ്പോൾ ഇത് ഇത്രയും കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് ഒന്ന് ജസ്റ്റ് ആ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഒരു സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് വളരെ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത ഇഞ്ചി അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ആവശ്യമായ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. എരിവും ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചുവന്ന മുളകൊന്ന് ചതക്കി എടുത്തത് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മീഡിയം വലിപ്പമുള്ള സവാളയുടെ പകുതി മാത്രം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തത്, ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തത് അതുകൂടെ ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു കൈപ്പിടിയോളം വരുന്ന മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട്. മല്ലിയില കയ്യിലില്ലെങ്കിൽ ഇതിന് പകരം കറിവേപ്പില ചേർത്താലും മതി. മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ്. പ്രത്യേകിച്ച് മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു ടേസ്റ്റോ കാര്യമൊന്നും ഉണ്ടാവില്ല. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല ലൂസായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. ഇപ്പം ഞാൻ ഇതിലേക്ക് നമ്മൾ അരിപ്പൊടിയും റവയൊക്കെ അളന്നെടുത്ത കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത്രയും വെള്ളം പോരാ, നമുക്ക് കുറച്ചുകൂടി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാനുണ്ട്. പിന്നെ അത്രയും വെള്ളം കൂടി വീണ്ടും എടുത്തിട്ടുണ്ട്. ഏകദേശം അതേ കപ്പിൽ തന്നെ 5 കപ്പ് വെള്ളമാണ് എനിക്ക് ഇതിലേക്ക് ആവശ്യമായി വന്നിട്ടുള്ളത്. ഇതേപോലെ നല്ല ലൂസായിട്ടുള്ള ബാറ്റർ ആക്കി എടുക്കണം. അതേപോലെ തന്നെ ഇത് നമ്മൾ ചുടുന്ന സമയത്ത് കുറച്ചൊക്കെ 2-3 എണ്ണമൊക്കെ ചുട്ട് കഴിയുമ്പോൾ ഒന്ന് തിക്കാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി എടുത്തോളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് കൂട്ടുകാർ ലൈക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലൈക്ക് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സഹായിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് ഞാനിത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഒരല്പം ചെറുതായിട്ട് ചോപ്പ് ചെയ്ത സവാള ഇതിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ തീരെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ. ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 10-15 സെക്കൻഡ്, മിനിറ്റ് അല്ല സെക്കൻഡ് നമ്മൾ ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള നമുക്ക് റവ ദോശ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ ആദ്യം തയ്യാറാക്കുന്നത് റെഡി ആയിട്ടില്ലെങ്കിലും പേടിക്കൊന്നും വേണ്ട. 2ാമത് 3ാമതൊക്കെ ചെയ്യുന്ന ദോശ റെഡിയായി വന്നോളൂ, നല്ല സൂപ്പറായിട്ട് അടിപൊളിയായി വന്നോളൂ കേട്ടോ. അപ്പോൾ ഓരോ പ്രാവശ്യവും ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ബാറ്റർ നന്നായിട്ട് ഇളക്കി എടുക്കുക. അതേപോലെ തന്നെ എന്താ പറയുക, ചട്ടിയിൽ ഒരല്പം ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അല്പം ഓയിൽ, ഞാൻ നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത്, നല്ലെണ്ണയൊന്ന് ആക്കി കൊടുക്കുക. പിന്നെ വേറൊരു കാര്യം, ഒരു ടിപ്പ് കൂടി പറയാനുള്ളത്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ചട്ടി ഒട്ടിപ്പിടിക്കുന്നതൊക്കെ ആണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ നമ്മുടെ ഈ ബാറ്ററിലേക്ക് ഒരല്പം നല്ലെണ്ണയൊന്ന് ഒഴിച്ചിട്ട് 1 സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് ചുട്ടെടുത്താലും മതി കേട്ടോ. അപ്പോഴും ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. ഇപ്പോൾ ഇതേപോലെ ഞാൻ ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കുകയാണ്.
നല്ല ക്രിസ്പി ആയിട്ട് നമുക്കിത് ദോശ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ആദ്യം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 10-15 സെക്കൻഡിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കുക. അങ്ങനെ വെക്കുന്ന സമയത്ത് നല്ല സൂപ്പർ ദോശ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. കറികളൊന്നും ഇല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. കണ്ടോ, നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ആ രീതിയിൽ നമ്മൾ റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതുവരെ റവ ദോശയൊക്കെ തയ്യാറാക്കിയിട്ട് തീർച്ചയായിട്ടും അത് നന്നായിട്ടില്ല എന്നൊക്കെ തോന്നുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ഇതുപോലെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കൊണ്ട് ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. നല്ല സൂപ്പറായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ചട്ടിയിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലും എന്നിട്ടൊരു 15 സെക്കൻഡിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം, ലൈക്കും ചെയ്യണം കേട്ടോ. ലൈക്ക് മറക്കരുത്, ലൈക്കും ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.